സാംസങ്ങിന്റെ സാംസങ് S25 Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ വരുന്ന ഫോണായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് S25 Plus എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് S25 Plus 6.7 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം ഇതിൽ ക്വാഡ് HD റെസൊല്യൂഷനൊക്കെ വരുന്നതായിരിക്കും, നല്ലൊരു കാര്യമാണ്. AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. LTPO എന്നുള്ള ഫീച്ചർ വരും, അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. പഞ്ചോൾ ഡിസൈൻ വരും, പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. പിന്നെ നല്ലൊരു IP റേറ്റിംഗ് വരുന്നതായിരിക്കും. IP69 റേറ്റിംഗ് ഒക്കെ ഇതിൽ വന്നേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8Elite എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസിന് ഇത് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ S24 Plus എക്സിനോസിൻ്റെ പ്രോസസ്സർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും കഴിഞ്ഞ കൊല്ലം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ കൊല്ലം അവർ അത് റെക്ടിഫൈ ചെയ്തേക്കാം. ഇപ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ തന്നെ ഇതിൽ വന്നേക്കാം. അത് നല്ലൊരു കാര്യമാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ ബേസ് വേരിയന്റിൽ തന്നെ 12 GB RAM ഒക്കെ വന്നേക്കാം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മിക്കവാറും 256 GB ഇൻറ്റേർണലായിരിക്കും ബേസ് വേരിയന്റിൽ വരിക. 512 GB ഇൻറ്റേർണലായിട്ട് വരുന്ന വെർഷനും 1 TB ഇൻറ്റേർണലായിട്ട് വരുന്ന വെർഷനൊക്കെ വന്നേക്കാം. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് വരാൻ ചാൻസ് ഇല്ല. മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും ഇതിൽ വരാൻ സാധ്യതയില്ല. Android 15 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരും. OSന്റെ സപ്പോർട്ട് വരുന്നതായിരിക്കും. 12 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. പിന്നെ 10 MP ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരും. പിന്നെ ഫ്രണ്ടിൽ 12 MP സെൽഫി ക്യാമറയും വന്നേക്കാം. ഇപ്പം കഴിഞ്ഞ കൊല്ലത്തെ S24 ഏകദേശം ഇതുപോലുള്ളൊരു ക്യാമറ സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഫോണിൽ പുതിയൊരു പ്രോസസ്സറൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 4900 mAh ബാറ്ററി വരുന്നതായിരിക്കും. തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നതായിരിക്കും. QI2 വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരും. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം തിരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പ് വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ January 22 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ S24 ഇപ്പം 65,000 70,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കൊല്ലം S24 ലോഞ്ച് ചെയ്തിരുന്നത് 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. അപ്പം ഈ ഒരു ഫോൺ നമുക്ക് 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും സാംസങ്ങിൻ്റെ S25 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.